ഹലോ, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്യാബേജും എഗ്ഗും വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് എഗ്ഗ് മസാലയാണ് റെഡിയാക്കുന്നത്. ചപ്പാത്തി, പൂരി, ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു മസാലക്കറിയാണ്. അപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് ഞാൻ ഏകദേശം ഒരു മീഡിയം സൈസുള്ള ക്യാബേജിൻ്റെ പകുതി ക്യാബേജും 3 മുട്ടയുമാണ് എടുത്തിരിക്കുന്നത്. ക്യാബേജ് നമുക്ക് ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ക്യാബേജ് എഗ്ഗ് മസാല റെഡിയാക്കാനുള്ള പാത്രം വെച്ച് കൊടുത്ത് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമ്മൾ പെരിഞ്ജീരകം, നമ്മുടെ വലിയ ജീരകമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനാവശ്യമായ 2 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തതും 2-3 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാല ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടി, 2 നുള്ളു മഞ്ഞൾപ്പൊടി കുറച്ച് മതി നമുക്കിതിലേക്ക്, 1/4 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്ത് ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി ഈ മസാലയുമായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ക്യാബേജിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ 2 ടൊമാറ്റോ ഇതുപോലെ കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൊമാറ്റോയ്ക്കകത്തുള്ള വെള്ളവും ക്യാബേജിൻ്റെ ആ ഒരു ആവിയിൽ വരുന്ന വെള്ളവും കൂടെ ചേർന്നാണ് ഇത് വേകുന്നത്. ഈ ഒരു ടൈമിൽ ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് കവർ ചെയ്ത് വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ ക്യാബേജൊക്കെ നന്നായിട്ട് അതിലുള്ള ആ ഒരു വെള്ളത്തിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മുട്ടയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കവർ ചെയ്ത് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. 2 മിനിറ്റിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒരു ഹാഫ് കുക്കായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഒന്ന് തൂകി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ആദ്യം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ആ മുട്ടയൊന്ന് ഫുള്ളായിട്ട് കുക്കാകാത്തതിൻ്റെ ഒരു കൊഴുകൊഴുപ്പ് കാണും. പിന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യുമ്പം നല്ല അടിപൊളിയായിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. ഫൈനലായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ചിക്കൻ്റെ ഫ്ലേവർ കൂടി നമുക്ക് കിട്ടും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് എഗ്ഗ് മസാല റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും നമുക്ക് ഏത് തരം ദോശ, ഇഡ്ഡലി, പൂരി, ഇടിയപ്പം ഇതുപോലെയുള്ള എല്ലാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ക്യാബേജ് എഗ്ഗ് മസാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ റെഡിയാക്കി കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കും.